പഠിപ്പിച്ചത്, ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പോരായ്മ ഇതുവരെ തന്ന് സഹായിച്ചതാരാ അവനോട് തന്നെയാണ് ചോദിക്കാം. ഇതുവരെ ആരോഗ്യം നൽകിയത് അവനോട് ചോദിക്കാം. മക്കളില്ലേ? ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങൾക്കും കാട്ടിൽ വസിക്കുന്ന 20 ലക്ഷത്തോളം വരുന്ന വ്യത്യസ്ത ജീവജാലങ്ങൾ. ആകെ എണ്ണല്ല, ഐറ്റംസ്, ഇനങ്ങളാണ്. അതിലൊന്നാ മനുഷ്യൻ. 20 ലക്ഷത്തിലധികം വരുന്ന ജീവജാലങ്ങൾ ഓരോന്ന് കോടിക്കണക്കിനെണ്ണുണ്ട്. മത്സ്യത്തൊക്കെ പറ്റി നോക്കുങ്ങൾ. ഇവക്കൊക്കെ മക്കളെ നൽകുന്നത്, സന്താനങ്ങളെ നൽകുന്നത് കാട്ടിലും മേട്ടിലുമുള്ള, കരയിലും കടലിലുമുള്ള മുഴുവൻ ജീവജാലങ്ങൾക്കും അടുത്ത തലമുറക്ക് ജന്മം നൽകുന്നത് സൃഷ്ടികർത്താവായ അള്ളാഹുവാണ്. സങ്കീർണമായ ആ പ്രവർത്തനം നിസ്സാരമായ ജീവി പോലും മക്കളെ ഉൽപ്പാദിപ്പിക്കുകയാണ്. അതിനിസ്സാരമായ രഹസ്യ സ്ഥലത്ത് വെച്ച്, അല്ലെങ്കിൽ അത് മുട്ടയിട്ടിട്ട്. ആ പ്രവർത്തനത്തിന്റെ പിന്നിൽ അല്ലാഹു അല്ലാത്ത ഒരൊറ്റ ശക്തിയും കാട്ടിലും നാട്ടിലുമുള്ള, കടലിലും കരയിലുമുള്ള, ആകാശത്തും ഭൂമിയിലുമുള്ള ഒരൊറ്റ ശക്തിയും വ്യക്തിയും അവിടേക്ക് ശ്രദ്ധിക്കുന്നില്ല എന്നത് എന്തുമാത്രം യാഥാർത്ഥ്യമാണ് സഹോദര. എല്ലാ റബ്ബിന്റെ തീരുമാനം, അവന്റെ നിശ്ചയം, എല്ലാം അവൻ ഏർപ്പാട് ചെയ്യുന്നതാണ്. അത്ഭുതമാണ്. ഒരു ഉമ്മ പ്രസവിക്കുകയാണെങ്കിൽ ഏതൊരു മനുഷ്യനും ചെറിയ കുട്ടികളോടൊരു സ്നേഹം ഉണ്ടാവും. പക്ഷേ ഒരു മാതാവ് ഗർഭസ്ഥയായാൽ ആ മാതാവിന്റെ ഗർഭാശയത്തിൽ അവന്റെ കുഞ്ഞ് 3-4 വയസ്സ് പ്രായമാകുമ്പോൾ ആ മാതാവിന്റെ ശരീരത്തിലേക്ക് പുതിയ അനേകായിരം ഹോർമോണുകൾ അല്ലാഹു തആല ഇട്ടുകൊടുക്കുകയാണ്. എന്താണ് ആ ഹോർമോണുകളുടെ ജോലി എന്നറിയുമോ? മാതാവിന്റെ ഹൃദയത്തിൽ ഈ കുഞ്ഞിനോട് എന്തൊന്നില്ലാത്ത അലിവും സ്നേഹവും ഉണ്ടാക്കിയെടുക്കുക. ഇനി അവൻ അപകടത്തിൽ നിന്ന് സംരക്ഷിച്ച് പ്രയാസങ്ങളിൽ നിന്ന് മോചിതമാകണമെങ്കിൽ ഈ ഉമ്മയുടെ മനസ്സ് അലിവുള്ളതാകണം. അതുകൊണ്ട് മുമ്പ് ഉമ്മ കണ്ടപ്പോൾ, ഈ സ്ത്രീ കണ്ടപ്പോൾ, ഈ പെൺകുട്ടി കണ്ടപ്പോൾ ഏതൊക്കെ കുഞ്ഞുങ്ങളെ താലോലിക്കുകയും സ്നേഹിക്കുകയും എടുക്കുകയും ഉമ്മ വെക്കുകയും എന്തൊക്കെ ചെയ്താലും ശരി, അതിന്റെ എത്രയോ മടങ്ങ് സ്നേഹം തന്റെ ഉദരത്തിൽ പിറക്കുന്ന ഈ കുഞ്ഞിനോട് അപ്പോഴേക്ക് മാതാവിന്റെ മനസ്സിലുണ്ടാവുകയാണ്. അള്ളാഹു ഇട്ടുകൊടുക്കുകയാണ് സ്നേഹ ഹോർമോണുകൾ എന്നാണ് അതിന് മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ സ്നേഹ എന്ന പദം ചേർക്കേണ്ടത്. ഒരു പുതിയ ഹോർമോണുകൾ മാതാവിന്റെ ശരീരത്തിൽ, പിതാവിന്റെയും മനസ്സിൽ ഹോർമോണുകൾ ഇട്ടുകൊടുക്കാൻ. ഇതുവരെ ചെറുപ്രായത്തിൽ കാണുന്ന കുട്ടിയോട് അറപ്പുണ്ടായിരുന്ന പിതാവ് 2, 3, 4, 6 മാസം കാണാതെ മറ്റൊരു കുടിയെ എടുക്കാനും താലോലിക്കുവാനും സന്മനസ് കാണിക്കാത്ത പിതാവ് പ്രസവിച്ച അന്ന് കുഞ്ഞിന്റെ അരികിൽ ചെന്ന് ആ കുഞ്ഞിനെ എടുക്കുന്നു, താലോലിക്കുന്നു. അവന്റെയും ഹൃദയത്തിൽ തനിക്ക് പിറന്ന കുഞ്ഞിനോടൊരു പുതിയ സ്നേഹം അല്ലാഹു തആല ഇട്ടുകൊടുക്കുകയാണ്. അതാണ് അല്ലാഹു. ഈ വംശം ഇവിടെ നിലനിൽക്കാൻ അള്ളാഹു നൽകിയ സ്നേഹത്തിന്റെ ഒരു പ്രകടനം മാത്രമാണ് ഇവിടെ ബാക്കിയുള്ളവർ കാണിക്കുന്നത്. സ്വന്തം ഉമ്മയും വാപ്പയും പോലും ആ റബ്ബിനെ വിട്ടുകൊണ്ടാണോ അന്യവരിലേക്ക് തേടിപ്പോകുന്നത്? സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ചോദ്യം, എവിടേക്ക് നിങ്ങൾ പോകുന്നത്? എന്നെ വിട്ട് നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? എന്നെക്കാൾ നിങ്ങളോട് സ്നേഹം ആർക്കാണുള്ളത്? നിങ്ങളുടെ സ്ഥിതിഗതികൾ എന്നെക്കാൾ കൂടുതൽ ആർക്കാണ് അറിയാൻ? രാവ് നമ്മളിപ്പോ രാത്രിയാകാം, നമ്മൾ ഉറങ്ങാൻ പോകാണ്. ഉറങ്ങുമ്പോ നമ്മൾ പോലും നമ്മളെ പറ്റി ശ്രദ്ധിക്കുന്നില്ല. നമ്മുടെ വീട്ടുകാരില്ല, നാട്ടുകാരില്ല, കുടുംബക്കാരില്ല, രാഷ്ട്രീയക്കാരില്ല, രാഷ്ട്രമില്ല, ആരുമില്ല. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക റബ്ബേ, നിന്റെ ശരീരം ഞാൻ നിന്നെ ഏൽപ്പിക്കാം. വവജ്ജഹ്തു വജ്ഹി ഇലൈക, നിന്റെ മുഖം ഞാൻ നിന്നിലേക്ക് തിരിക്കാം. വഅൽജഹ്തു ലഹരി ഇലൈക, എന്റെ പുറഭാഗം ഞാനിതാ നിന്നെ ഏൽപ്പിക്കാം. വഫവ്വൽതു അംരി ഇലൈക, എന്റെ എല്ലാ വിഷയങ്ങളും നാളെ തീരുമാനിച്ചുറപ്പിച്ച് നടപ്പിലാക്കേണ്ട ഒരുപാട് കാര്യമുണ്ട്, എല്ലാം നിന്നിലേൽപ്പിക്കാം. ഇങ്ങനെ നമ്മൾ പടച്ചോനെ ഏൽപ്പിച്ചിട്ട് നമ്മൾ ഗാഢമായ നിദ്ര, എന്ത് തന്നെ നടന്നാലും അറിയുന്നില്ല, നമ്മളൊന്നും അറിയുന്നില്ല. പക്ഷേ അറിയുന്നില്ലെങ്കിലും ഉറക്കമിളച്ചുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന, സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്. നമ്മുടെ ഉമ്മയല്ല, നമ്മുടെ വാപ്പയല്ല, അടുത്ത ബന്ധുക്കളല്ല. ലാ തഖുദുഹു സിനത്തും വലാ നൗം, ഉറക്കമില്ലാതെ, ഒരു കണ്ണ് പോലും ഉറങ്ങാതെ, ഒരു സെക്കൻഡ് പോലും ഉറങ്ങാതെ അവന്റെ അടിമകളെ അപകടത്തിൽ നിന്ന് സംരക്ഷിച്ചും പരിപാലിച്ചും കൊണ്ടിരിക്കുന്ന റബ്ബ്. അതിനാണ് അല്ലാഹു റബ്ബ് എന്ന് പറയാം. അതാ സംരക്ഷകൻ, അതാ പരിപാലകൻ. എത്ര വലിയ ഉമ്മയാണെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളോടുള്ള സ്നേഹക്കണ്ട് പോകും. ഉറങ്ങാത്ത ഉമ്മ ഉറങ്ങും, വാപ്പാനെ ഏൽപ്പിക്കുന്നു, കുറച്ച് ദിവസം നിങ്ങൾ നോക്കിയെന്നറിയും. എത്ര സ്നേഹം ഉണ്ടെങ്കിലും അള്ളാഹു ഉറങ്ങൂല. അവന്റെ അടിമകളായ നമ്മുടെ കാര്യം നോക്കിക്കൊണ്ട് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ റബ്ബ് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. റബ്ബ് അവനായതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് അവന്റെ മുമ്പിൽ ചെയ്യണം.
അവന്റെ മുമ്പിൽ സമർപ്പിക്കണം. ഇത് തർക്കിക്കുന്ന വിഷയമല്ല. ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ അവാന്തര വിഭാഗത്തിന്റെ ആദർശമല്ല. ഇത് അള്ളാഹുവിന്റെ മുഴുവൻ നല്ലവരായ അടിമകളുടെയും ആദർശമാണ്. ഇത് പ്രവാചകന്മാരുടെ ആദർശമാണ്. പ്രവാചകന്മാരെ പിന്തുടർന്നിട്ടുള്ള സത്യസന്ധരായ ആ പ്രവാചകന്മാരുടെ അനുചരന്മാരുടെ ആദർശമാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരെ നല്ല വിധത്തിൽ പിൻപറ്റുകയും ചെയ്ത ആളുകളുടെ സുദീർഘമായ ജീവചരിത്രത്തിൽ നിന്ന് ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഒരൊറ്റ കാര്യവും കാണുക സാധ്യമല്ല. ഏതൊരു അപകടത്തിൽപ്പെട്ടാലും പടച്ചവനിലേക്കല്ലാതെ അവരുടെ ഹൃദയം പോകൂല. ഏത് സന്നിഗ്ധഘട്ടാണെങ്കിലും പടച്ചവനോട് തേടി നോക്കും. അവൻ രക്ഷപ്പെടുത്തിയാൽ രക്ഷ, അവൻ ശിക്ഷിക്കുകയാണെങ്കിൽ കൈയൊഴിക്കുകയാണെങ്കിൽ ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് ജീവിതത്തിൽ അവനെ ഇപ്രകാരം ഉൾക്കൊള്ളണം. പ്രാർത്ഥന അവന്റെ മുമ്പിൽ സമർപ്പിക്കണം. നേർച്ച വഴിപാടുകൾ അവന്റെ മുമ്പിൽ സമർപ്പിക്കണം. നന്മയും തിന്മയും അവനിൽ നിന്നാണെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കണം. അവനല്ലാത്ത ഒരു ക്ഷുദ്ര ജീവികളെയും എന്ന് പറഞ്ഞാൽ ഗൈബിയായിട്ടുള്ള ഒരു വസ്തുക്കളെയും നമ്മൾ പേടിച്ചിട്ട് അവയിൽ രക്ഷയും ശിക്ഷയും ഒന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. ഒന്നും ഇവിടെ നടക്കുന്നില്ല. എല്ലാം അവൻ നടത്തുന്നതാ. നമ്മളൊരു വീട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോ ഒരു രൂപം ഉണ്ടാക്കി വെച്ച് കരിങ്കണ്ണ തുറിച്ചു നോക്ക്. എന്താ വിശ്വാസം? ഈ വീട്ടിലേക്ക് നോക്കിയാൽ കണ്ണുകൊണ്ടുള്ള ഏറ് തട്ടിയിട്ട് വീടിന് അപകടം ഉണ്ടാവും. അപ്പൊ കണ്ണ് അതിന്മേൽ തട്ടാതിരിക്കാൻ ഈ വികൃതമായ രൂപത്തിൽ ഉടക്കി കണ്ണുകൊണ്ടുള്ള ദോഷം ഭവിഷ്യത്ത് അവിടെ തീരാനാണ് യഥാർത്ഥത്തിൽ അത് ഉണ്ടാക്കി വെക്കുന്നത്. നമ്മുടെ കണ്ണിന് അങ്ങനെ ഒരു ഗൈബിയായ കഴിവുണ്ടോ? സാധ്യമാണോ? നമ്മൾ പച്ചക്കറി ഉണ്ടാക്കുമ്പോൾ അവിടെ ഒരു രൂപം ഉണ്ടാക്കി വെക്കാൻ, അപകടത്തെ കാക്കാൻ. എന്നാൽ ഒരു അപകടം ഉണ്ടാകുകയാണെങ്കിൽ ആദ്യം അടർന്നു വീഴുക ചങ്ങാതിയായിരിക്കും. അതിലൊരു സംശയമില്ല. ഒരു ചെറിയ കാറ്റ് വന്നാൽ മതി, നമ്മുടെ തോട്ടം കാക്കാൻ നിർത്തിയ ആള് ആദ്യം വീണിട്ടുണ്ടാവും. അത് തന്നെയാണ് ഈ വീടിന്റെ അമൃത് കെട്ടി തൂക്കിയിട്ടുള്ളത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, എട്ടുകാലി വലയാണ്. ഏറ്റവും ദുർബലമായ വീടെന്ന് പറയുന്നത് എട്ടുകാലിയുടെ വീടാണ്. അള്ളാഹുവിന് പുറമെ രക്ഷാധികാരികളെ, സഹായികളെ, സംരക്ഷികളെ സ്വീകരിക്കുന്ന, ഉണ്ടാക്കി വെക്കുന്ന ആളുകൾ എട്ടുകാലി വല ഉണ്ടാക്കി വെച്ചതുപോലെയാണ്. രണ്ടർത്ഥം ഉണ്ട് അതിന്. ഒന്ന്, എട്ടുകാലിയുടെ വല ദുർബലമാണ്. രണ്ട്, അതൊരു ചൂഷണത്തിന്റെ മാർഗമാണ്. എട്ടുകാലി എന്തിനാ വല ഉണ്ടാക്കിക്കുന്നത്? ജീവിക്കാൻ. ഈ വലയിൽ പ്രാണികൾ വന്ന് ചാടും. ചെറിയ പ്രാണികളെ വീഴുള്ളൂ. വലിയ പ്രാണികൾ വീണാൽ എട്ടുകാലി വലയിൽ നിൽക്കില്ല, അത് താഴോട്ടാണ് പോകുക. കാരണം അത്രയും ദുർബലമാണ്. ഈ ചെറിയ പ്രാണികളുടെ വീണാൽ എട്ടുകാലി എന്താ ചെയ്യുക? ഊട്ടം ചെല്ലും. എന്നിട്ട് അതിന്റെ കാലുകൊണ്ട് അതിനെ ഞെക്കി അതിന്റെ മജ്ജയും മാംസവും കുടിക്കും. എന്നിട്ട് തൊണ്ടാക്കിയാണ് വിടും. ഇതന്നെയാണ് അള്ളാഹു അല്ലാത്ത ഔലിയാക്കന്മാരെ കച്ചവടച്ചരക്കാക്കി വെച്ചിട്ടുള്ള അവരുടെ ബന്ധുമിത്രാദികളും സഹപാഠികളും കൂട്ടുകാരും സംഘമുണ്ടല്ലോ, അവരുടെ പരിപാടി തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ വളരെ കറക്റ്റാണ്. എട്ടുകാലി വലവീശി വെച്ചതുപോലെ വലവീശി വെച്ചിരിക്കുക. ദുർബലമായ ആണും പെണ്ണും അതിൽ ചെന്ന് പെടുമ്പോൾ അവന്റെ ഈമാനും അവന്റെ പൈസയും അവർ കൈക്കലാക്കും. പിന്നെ ഹൃദയം ശൂന്യാണ്, പോക്കറ്റും ശൂന്യാണ്, ഒന്നും ഉണ്ടാവില്ല. ചില സ്ഥലത്തേക്കൊക്കെ നമ്മൾ പോയാൽ പോന്ന് കിട്ടാൻ കൊടുക്കും. കാരണം ഉള്ള പൈസ മുഴുവൻ ആദ്യം അവിടുത്തെ പെട്ടി കൊടുത്ത്, പിന്നെ അതിന്റെ പുറത്തെ പെട്ടി കൊടുത്ത്, പിന്നെ പുറത്തെ പെട്ടി കൊടുത്ത്, പിന്നെ അവിടെ നിൽക്കുന്ന കുറെ എല്ലാ തലയെക്കെട്ടുകാർക്ക് കൊടുത്താൽ അവസാനം 10 പൈസ ഉണ്ടാവില്ല. ഇങ്ങോട്ട് പോന്ന് കിട്ടാൻ ഇടങ്ങറാവും. ഈ എട്ടുകാലി വല വീശിയിരിക്കുകയാണ്. വലിയ ഒരു പ്രാണി വീണോക്കാണ് താഴത്ത് കണ്ണു പോകുന്നത്. ഈമാനുള്ളൊരു മനുഷ്യൻ അവിടെ നിൽക്കൂലെന്നർത്ഥം. അതാണ് എട്ടുകാലി വലയുടെ പ്രത്യേകത. എന്താ? നല്ല ഒരു പിന്നെ ഒരു ചെറിയ ഒരു ജീവി, നല്ല കുറച്ച് വെയിറ്റ് ഉള്ള ഒരു സാധനം വീണാൽ എട്ടുകാലി പൊട്ടിച്ച് താഴോട്ട് പോകും. അതുകൊണ്ടാണല്ലോ ഈമാനുള്ള മനുഷ്യൻ ഇത്തരം കേന്ദ്രങ്ങളിൽ തങ്ങൂല, അവൻ റബ്ബിലേക്ക് തന്നെ പോകും. അവന് പുത്തമ്പള്ളിയല്ല, പഴയ പള്ളി കണ്ടാലും അവനൊരു പേടി ബേജാറുണ്ടാവില്ല. അവൻ അവിടെ നിൽക്കില്ല. അവനറിയാം അവിടെ നിന്നിട്ട് കാര്യമില്ല. പണ്ടൊരു ഉമ്മയും മരുമകളും വലിയ പിന്നെ അമോശം കാക്കിയും കൂടി പുത്തമ്പള്ളി പോയ കാര്യമുണ്ട്. മരുമകളുടെ സ്വർണ്ണ ചെയിന് പോയതാ കാരണം. അത് എവിടെയാണെന്ന് അറിയാനും തിരിച്ചു കിട്ടാനും വേണ്ടിയാണ് പുത്തമ്പള്ളിയിലേക്ക് ചെല്ലുന്നത്. അപ്പൊ അവിടെ എഴുതി വെച്ചിരിക്കുന്നു, പള്ളിയുടെ മുക്കറിയുടെ വാച്ച് നഷ്ടപ്പെട്ടിരിക്കുന്നു, കണ്ടുകിട്ടുന്നവർ പള്ളിയിൽ ഏൽപ്പിക്കേണ്ടതാണ്. എവിടേക്കപ്പോ ഇയാൾ വന്നത്? എന്തിനാ ഇയാൾ വന്നത്? മരുമകളുടെ സ്വർണ്ണാഭരണം പോയ സ്ഥലം ഏതാണെന്ന് അറിയാനും അത് തിരിച്ചു കിട്ടാനുള്ള വൈദ്യത്തിന് വേണ്ടി. ഈ പള്ളിക്കും ജാറത്തിനും സദാ ഹിദ്മത്ത് ചെയ്യുന്ന മൊല്ലാക്കയുടെ വാച്ച് പോയിട്ട് അതിവിടെ പരസ്യപ്പെടുത്തിയിരിക്കാം. കിട്ടിയിട്ടില്ല. അതിനുള്ള തന്ത്രമല്ല. അമ്മോശാക്കാക്ക് കാര്യം മനസ്സിലായി, മരുമകൾക്ക് കാര്യം മനസ്സിലായില്ല. മരുമകൾ നേർച്ച വാങ്ങി. അമ്മോശാക്ക വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഈ ജാതി ഏർപ്പാടിന് എന്നെ കൊണ്ടുപോകാൻ പറ്റൂല. നമ്മൾ അവിടെ ചെന്നപ്പോ ഇതിനേക്കാളും വലിയ പ്രശ്നം അവിടെ. അതുകൊണ്ട് ആ ദുർബലമായ വലയിൽ അവരെ പെട്ടുപോകൂ. ഇതിന് അവിടെ കിടക്കുന്ന മഹാൻ ഉത്തരവാദിയല്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ
പതിനായിരക്കണക്കിനും ലക്ഷക്കണക്കിനും ആളുകൾ മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി വിളിച്ചു തേടുന്നുണ്ട്. അതിന് അദ്ദേഹം ഉത്തരവാദിയല്ല. ആ ആശയം ലോകത്തേക്ക് പ്രചരിപ്പിച്ച ഷിയാക്കളാണ് ഉത്തരവാദികൾ. മഹാനായ മുഹീദ്ദീൻ ശൈഖ് ആരാണ്? മുഹീദ്ദീൻ ശൈഖിനെ ഇത്ര പുകഴ്ത്തി കൊണ്ടുവന്നത്. പുകഴ്ത്തികൊണ്ട് നമുക്ക് കുഴപ്പമില്ല. പക്ഷേ അള്ളാഹുവിന്റെ റസൂല് പുകഴ്ത്തി പറഞ്ഞിട്ടുള്ള, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ പുകഴ്ത്തി പറഞ്ഞിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, സഈദ് റളിയല്ലാഹു അടക്കമുള്ള അശറത്തുൽ മുബശ്ശിരീൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബിമാരടക്കമുള്ള മഹാനായ പ്രവാചകൻ വഫാത്താകുമ്പോൾ ലക്ഷത്തിൽ പരം വരുന്ന സഹാബിമാരെക്കാൾ മഹത്വവും അവരെക്കാൾ വലിയ വലിയുമായിട്ട് മഹാനായ മുഹീദ്ദീൻ ശൈഖിനെ ആരാണ് ഉയർത്തിക്കൊണ്ടുവന്നത്? അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെയും ഇസ്ലാമിന്റെയും കഠിന വിരോധികളും ശത്രുക്കളുമായിട്ടുള്ള ഷിയാക്കളല്ലാതെ മറ്റാരാണ് അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവന്നത്? ഇவ்விதം ഉയർത്തിക്കൊണ്ടുവന്നത്. അതാ ശ്രദ്ധിക്കേണ്ടത്. എന്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കാത്തത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണോ മുഹീദ്ദീൻ ശൈഖാണോ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഏറ്റവും മഹാൻ? നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്, ആലോചിക്കാവുന്ന കാര്യമാണ്, ആർക്ക് ആലോചിക്കാവുന്ന കാര്യമാണ്. ഏതൊരു മുസ്ലിമും സങ്കോചമില്ലാതെ പറയും അത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ബദുഉൽ-അമാൽ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ വിശദീകരിക്കുന്നിടത്ത് പറയാണ്, വലിസ്സിദ്ദീഖ് റുജ്ഹാനുൻ ജലിയുൻ അലൽ അസ്ഹാബി മിൻ ഗൈരി ഇഹ്തിമാലി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഈ ഉമ്മത്തിൽ മറ്റാരെക്കാൾ സ്ഥാനമുണ്ട്. ഒന്നാമത്തെ വലിയ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഴിച്ചാൽ. പക്ഷേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള ഖുതുബിയത്തുണ്ടോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള ഹദ്ദാദുണ്ടോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഹീദ്ദീൻ ശൈഖിനെ പ്രാർത്ഥിക്കപ്പെടുന്നത് പോലെ പ്രാർത്ഥിക്കപ്പെടുന്നുണ്ടോ? ഇല്ല. കാരണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഷിയാക്കൾക്ക് ദേഷ്യമായതുകൊണ്ട് അദ്ദേഹത്തെ ഇவ்விதം കൊണ്ടുവന്നിട്ടില്ല. മുഹീദ്ദീൻ ശൈഖിനെ പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കി, ചരിത്രത്തിൽ പഠിക്കും. അലി റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലാണ് വരുന്നത്. ഉമർ റളിയല്ലാഹുവിന്റെ പരമ്പരയിലുള്ള ഒരൊറ്റ വലിയ റിഫായി ശൈഖ് ഉണ്ടോ? നോക്കിയാക്കണേ. റിഫായി ശൈഖിനെ ചെന്നാല് അലി റളിയല്ലാഹുവിലേക്ക് എത്തുന്നത്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ അവരിലേക്കാണ് എത്തുന്നത്, സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു അവിടേക്കാണ് എത്തുന്നത്. ഉമർ റളിയല്ലാഹുവിലേക്ക് എത്തുന്നില്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാനിലേക്ക് എത്തുന്നില്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിലേക്ക് എത്തുന്നില്ല. കാരണക്കാർ ഇസ്ലാമിന്റെ ശത്രുക്കളായ ഷിയാക്കളാണ്, മുഹീദ്ദീൻ ശൈഖ് അല്ല. മുഹീദ്ദീൻ ശൈഖ് അതിനെതിരാ പഠിപ്പിച്ചു പോയത്. ഈസാ നബി അലൈഹി സ്വലാം എതിര് പഠിപ്പിച്ചതുപോലെ, എല്ലാ മഹാന്മാരും എതിര് പഠിപ്പിച്ചതുപോലെ മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വഅലം, നല്ലോണം പഠിച്ചോ, മനസ്സിലാക്കിയ അന്നഹു, തീർച്ചയായും കാര്യം, ലാ ളാറ, ഉപദ്രവം ചെയ്യുന്ന ആളില്ല, വലാ നാഫിയ, ഉപകാരം ചെയ്യുന്ന ആളില്ല, വലാ ജാലിബ, നിനക്കെന്തെങ്കിലും ഗുണം കൊണ്ടുവന്നു തരുന്ന ആളില്ല, വലാ ദാഫിയ, നിന്റെ ഏതെങ്കിലും ബലാ പ്രയാസം തട്ടി നീക്കുന്ന ആളില്ല, വലാ മുബിലിയ, നിന്നെ പരീക്ഷിക്കുന്ന ആളില്ല, വലാ മുബരിഅ, നിനക്ക് ആശ്വാസം നൽകുന്ന ആളില്ല, വലാ ഷാഫിയ, ശമനം നൽകുന്ന ആളില്ല, ഇല്ലല്ലാഹു, അല്ലാഹു ഒഴികെ. ആര്? മുഹീദ്ദീൻ ശൈഖ്. ഈ പറഞ്ഞ കാര്യം മുഴുവൻ മുഹീദ്ദീൻ ശൈഖ് ചെയ്യുന്ന നമ്മൾ വിശ്വസിക്കുന്നത്. എന്നിട്ട് മുഹീദ്ദീൻ ശൈഖ് പറയാണ്, ഫലാ തത്തഹിമന്ന റബ്ബക ഫീ ബാത്തിനിക, നീ നിന്റെ ഹൃദയത്തിൽ, നിന്റെ മനസ്സിൽ നിന്റെ റബ്ബിനെ പറ്റി തെറ്റായ ധാരണ വെക്കണ്ട. ഇങ്ങനത്തെ പ്രശ്നത്തിന് റബ്ബിനെ തേടിക്കോ, റബ്ബിനോട് പറഞ്ഞോ. അവനാണ് ഉപകാരം ചെയ്യുന്നവൻ, അവനാണ് ഉപദ്രവം കൊണ്ടുവരുന്നവൻ, അവനാണ് ഉപകാരം വരുത്തുവാനും ഉപദ്രവത്തെ തടയുവാനും രോഗം ശമിപ്പിക്കുവാനും പരീക്ഷണത്തിന് വിധേയമാക്കുവാനും അതിൽ നിന്ന് രക്ഷപ്പെടുത്താനും കഴിവുള്ളവൻ. അവനെ തെറ്റിദ്ധരിക്കണ്ട. ഫലാ തദ്ഹബന്ന ബിഹിമ്മതിക ഇലാ അഹദിൻ മിൻ ഖൽഖില്ലാഹ്, അല്ലാഹുവിന്റെ അടികിലേക്കല്ലാതെ അവന്റെ ഏതെങ്കിലും ഒരു സൃഷ്ടിയിലേക്ക് നിന്റെ ആവശ്യം പൂർത്തീകരിച്ചു കിട്ടുന്നതിന് വേണ്ടി നീ പോകണം.